എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് പണം സമ്പാദിക്കാമെന്നും അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു. അന്ന ജോൺസന്റെ കെയർ ഓഫിലാണ് ഞാൻ യുഎയിലേക്ക് വരുന്നത്. എന്റെ ഒരു 1.5 ലക്ഷം രൂപയോളം അവരെന്നെ പറ്റിച്ചു. Hi, my name is Charlie Vine. I'm here in Calicut, promoting our new university partner, Health Science University in London, UK. ഇവർ കുറേ ആളുകളോട് പൈസ എന്നെ മുൻനിർത്തി വാങ്ങിയ ശേഷം എന്ത് ചെയ്തു? ഓഫീസ് പൂട്ടിപ്പോയി രണ്ടാളും. നൻപകളെ അന്നൂസ് ഫുട്പാത്തിന്റെ ആ ഒരു വിസ തട്ടിപ്പ് വിഷയം നിങ്ങൾ ചില ആൾക്കാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഞാൻ ഈ ഒരു വിഷയം വന്ന ടൈമിൽ ഇവരുടെ ഭാഗം കൂടെ കേട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ 1-2 രൂപയല്ല, 10-40 സംതിങ് ലക്ഷം രൂപയാണ് തട്ടിച്ചേക്കുന്ന ഒരു വിഷയം. ഓക്കെ, അബദ്ധവശാൽ ഇവരുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടെങ്കിൽ നമ്മളത് ഒരിക്കലും കേൾക്കാതെ പോകരുതല്ലോ. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിലോട്ട് വെക്കാം. ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, അന്നൂസ് ഫുട്പാത്ത് എന്നാണ് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ നെയിം. അന്ന ഗ്രേസ് അഗസ്റ്റിൻ എന്നാണ് ഇവരുടെ യഥാർത്ഥ പേര്. അപ്പം 205K ഫോളോവേഴ്സ് ഉണ്ട്. സ്റ്റഡി അബ്രോഡ് ഫുഡ് ബ്ലോഗർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്. ഓക്കെ, ഇപ്പം അറസ്റ്റിലായിരിക്കുന്ന ഇവരുടെ ഭർത്താവാണ്. ഇപ്പൊ 1ാം പ്രതി പക്ഷേ പുള്ളിക്കാരിയാണ്. ആൻഡ് ഞാൻ ഈ ഒരു വിഷയമാണ് ശരിക്കും അനലൈസ് ചെയ്തിരുന്നത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഭൂലോക ഉടായ്പാണ്. ഓക്കെ, അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നുകൊണ്ട് കാണിച്ചേക്കുന്ന ഉടായ്പാണ്. അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഈ ഒരു വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു വിഷയത്തിൽ ഇവർ മാത്രമല്ല കാരണക്കാരായിട്ടുള്ളത്, വേറെ കുറച്ച് ടീംസും കൂടെ ഇവരുടെ ഒപ്പം ഉണ്ട്. അതൊക്കെ നമുക്ക് ഞാൻ സംസാരിക്കാം. ഫസ്റ്റ് ഞാൻ ആ ഒരു ന്യൂസ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഓസ്റ്റിനും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ഭർത്താവ് ജോൺസൺ സേവിയർ അറസ്റ്റിൽ. യുകെയിലേക്ക് കുടുംബ വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 1/2 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് വയനാട് മുട്ടിൽ സ്വദേശി ജോൺസൺ അറസ്റ്റിലായത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഇൻഫ്ലുവൻസറെ പരിചയപ്പെട്ടതെന്ന് പരാതിക്കാരി മീഡിയ വണ്ണിനോട് പറഞ്ഞു. യുകെയിൽ പോകാൻ കഴിയാതെ വന്നതോടെ പണം തിരികെ ചോദിച്ചെങ്കിലും പണം തരില്ലെന്നായിരുന്നു മറുപടിയെന്നും പരാതിക്കാരി പറഞ്ഞു. 44 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ നല്ലൊരു ഇതാണ്, കാരണം അവിടെ ചെന്നാൽ കൊച്ചുങ്ങളെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പിന്നെ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ചെയ്യാം, അപ്പോൾ നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിപ്പിച്ച് ഞങ്ങൾ കയ്യിൽ നിന്ന് പല തവണകളായിട്ടാണ് ഈ പൈസകൾ വാങ്ങിച്ചത്. GSTയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ GST കാണിക്കണം, അതുകൊണ്ട് നിങ്ങൾക്കും കാണിക്കേണ്ടി വരും, നമുക്കും കാണിക്കേണ്ടി വരും, അതുകൊണ്ട് കയ്യിൽ തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയ്യിൽ പൈസ എല്ലാവരും കയ്യിലാണ് വാങ്ങിക്കുന്നത്. പിന്നെ എന്നാ ഡോക്യുമെന്റ്സ് വേണം എന്ന് പറഞ്ഞാണ് ഇവർ നമ്മളെ സമീപിക്കുന്നത്. നിങ്ങൾ ഇത്ര ലക്ഷം രൂപ തന്നാൽ മതി, വേറെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അവർ എഡിറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവർ. ഇത് ഞങ്ങളുടെ ഭാഗത്ത് ഫോൾട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് വിസ കിട്ടാത്തത് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലീഗലായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരെ അടിച്ചിറക്കുന്ന ടീംസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് വിചാരിച്ചൊന്ന് ആലോചിച്ചൂടെ അവർ ഭൂലോക ഉടായ്പാണെന്നുള്ളത്. എന്നിട്ടും അവരുടെ കയ്യിൽ തന്നെ ആണെങ്കിൽ ഒരു രേഖകളും ഇല്ലാതെ ഇത്രയും വലിയൊരു തുക നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരു മണ്ടന്മാരാണ്. നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഇല്ലേ? ഇത്രയ്ക്ക് വിവരവും ബോധമില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഇത്രയും രൂപ ഒരാൾക്ക് ഒരു രേഖ പോലും വാങ്ങാതെ നിങ്ങൾ കൊണ്ട് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്രയ്ക്ക് പൊട്ടന്മാരാണ്. ബാക്കിയും കൂടെ കേൾക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടവില്ല എങ്ങനെ വീട്ടും പറഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ പറഞ്ഞു അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം, ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസ പറഞ്ഞു ഇത്തിരി പൈസ നിങ്ങൾ ആരെങ്കിലും മറിച്ച് താ, 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പോകാം, അവിടെ ചെന്ന് ജോലി ചെയ്താൽ മാസം 3 ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും, അപ്പോൾ നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് ജോലി ചെയ്ത് കടം വിട്ടാന്ന്. അപ്പോൾ ബാക്കി പൈസ അപ്പോൾ ഞങ്ങൾ ഒരു 6 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ വഴക്കായി സംസാരമായി. അപ്പോൾ പറഞ്ഞു നീ ഇനി ഏത് പോലീസിലായാലും ശരി, ഏത് കോടതിയിൽ പോയാലും നിനക്കൊരു നയാ പൈസ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഓക്കെ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവരിപ്പോൾ ഈ ഒരു മീഡിയസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. ഇവർ മാത്രമല്ല കുറേ ആൾക്കാർക്ക് ഇതുപോലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇപ്പം കുറേ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചർച്ചയാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് 4ഓളം കേസുകളാണ് ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അന്നയ്ക്കും അന്നയുടെ ഭർത്താവിനുമെതിരെ 4ഓളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായുണ്ട്. അതിലെ ഒരു കേസാണ് ഈ വിസ തട്ടിപ്പ്. അതിലാണ് ഇപ്പോൾ അന്നയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഇന്നലെ അറസ്റ്റിലായിരിക്കുന്നത്. ഇനി അറസ്റ്റിലാകാനുള്ളത് അന്നയാണ്. ഈ കേസിലെ 1ാം പ്രതിയാണ് അന്ന. ഓക്കെ, 1ാം പ്രതിയാണ് അന്ന. അന്ന ഓൾറെഡി തന്നെ ഈ പറയുന്ന മുൻകൂർ ജാമ്യം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ അന്നെ അറസ്റ്റ് ചെയ്യാത്തത്. ഇതിനുശേഷം ഈ ഒരു വാർത്ത വന്നതിന് ശേഷം പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു തന്റെ വ്യൂവേഴ്സിനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ അതിങ്ങോട്ട് പ്ലേ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 26 ഞാൻ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിൻ ചെയ്തിരുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ പോയി കാണുക. ഒരു ചതിയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ ഓക്കെ, ആദ്യം ഇവർ ഈ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചിരുന്നു. ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നോക്കിയപ്പോഴത്തേക്കും ഈ വീഡിയോ അവിടെ കാണാനേ പറ്റുന്നില്ല. ഓക്കെ, പിൻ ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഇവർ കഴിഞ്ഞ ദിവസം പിൻ ചെയ്ത ടൈമിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ എനിക്ക് അന്ന് കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തപ്പി പോകേണ്ട ഏതാ വീഡിയോ എന്നും പറഞ്ഞുണ്ടോ. ഞാൻ ആ ഒരു വീഡിയോ കൊണ്ട് പ്ലേ ചെയ്യാവേ. ഇന്നലെ ഒക്ടോബർ 25 എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്റെ ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിച്ച് ഞാൻ ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അവരെനിക്ക് ഗിഫ്റ്റായി തന്നതാണ് ഈ iPhone 16 Pro Max, അതുപോലെ തന്നെ ഈ ഡയമണ്ടിന്റെ നെക്ലേസ്. അങ്ങനെ 5 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്തവണ എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയത്. പക്ഷേ ഇത് കുറഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേ എന്റേത് ഞാനപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ആഘോഷിച്ചത് കടവ് റിസോർട്ടിൽ വെച്ചായിരുന്നു. കൂടാതെ 2 കോടിയുടെ ക്യാഷ് ഗിഫ്റ്റ് ആണ് എനിക്ക് തന്നത്. അത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ് എനിക്ക് തന്നത്. അവരെനിക്ക് മനസ്സിലാക്കി തന്നത് എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് പണം സമ്പാദിക്കാമെന്നും അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കുതന്ത്രങ്ങൾ എങ്ങനെയാണെന്നും കൂട്ടുന്നില്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ ഭീഷണികൾ നേരിടേണ്ടി വരുമെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നതോ. വളരെ കുറഞ്ഞ ഈ കാലയളവിൽ എനിക്ക് ഇത്രയെല്ലാം മനസ്സിലാക്കി തരികയും അതോടൊപ്പം തന്നെ ഈ പണം ഉപയോഗിച്ച് എങ്ങനെ മറ്റുള്ളവരെ രാഷ്ട്രീയപരമായിട്ടും അതെല്ലാം എങ്ങനെ സ്വാധീനിക്കാമെന്നും അതിലൂടെ എങ്ങനെ ഇരകളെ പ്രതികളാക്കി മാറ്റാമെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു. കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിൽ നിന്ന് നല്ലൊരു പാഠം ഉൾക്കൊണ്ട് ഇനി വരുന്ന ഓരോ ചുവടുവയ്പ്പുകളും വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പം താങ്ക് യു ഫോർ ദ 2 കോടിയുടെ ക്യാഷ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്.
ഓക്കെ, ഇത്രയും മാസങ്ങൾക്ക് മുന്നേ പുള്ളിക്കാരി ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഉടായ്പിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്, അതായത് ഒരാളുടെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതാണ്. ഓക്കെ, അത് അന്ന് മനസ്സിലാക്കിയെങ്കിൽ ഇങ്ങനെ ഇൻഡയറക്റ്റ്ലി ആണോ എന്ന് പറയേണ്ടത്. കാര്യം അത് ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. ഓക്കെ, അപ്പം അന്ന് ഇങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരിക്ക് മനസ്സിലാക്കിയിട്ട് ഇത്രയും നാളുകളായിട്ടും അതിനെപ്പറ്റി റിവീൽ ചെയ്ത് ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയസ് ഒക്കെ ഇത് എയർ ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ നമുക്കൊന്നും വരില്ല വിശ്വാസം. ഓക്കെ, തെറ്റ് ചെയ്തവർക്ക് ഉള്ളിൽ ഭയം ഉണ്ടാവും, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഓരോ സ്റ്റെപ്പും തെറ്റ് ചെയ്യുമ്പോൾ കള്ളത്തരമാണെന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പും അവരും എന്താ പറയുക ഭയങ്കര കരുതലോട് ചെയ്യും. പക്ഷെ ഞാൻ ഓവർ കോൺഫിഡൻസ് ചെയ്തു പോയി, അതെന്റെ മിസ്റ്റേക്ക്, വിശ്വസിച്ചു പോയി, അതെന്റെ മിസ്റ്റേക്ക്. ഓക്കെ, ഇതിന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് എന്നല്ല, പക്ക അഹങ്കാരം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാര്യം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് മീഡിയസിന് മുന്നിലൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ ഞാൻ ആ ഒരു ന്യൂസ് ക്ലബിന്റെ ബാക്കിയും കൂടെ വെക്കാം. സ്വാഭാവികമായിട്ടും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും അവരുടെ യൂട്യൂബ് പേജിലും ഒക്കെ ഇത്തരത്തിൽ ധാരാളം വിസ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിസ തരപ്പെടുത്തി കൊടുത്തതിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ലീഡ്സ് എടുത്ത്, അതായത് ഇവർ വ്ളോഗ് ചെയ്യുമ്പോൾ ഇവർക്ക് വരുന്ന അന്വേഷണങ്ങൾ ഇവർ മറ്റ് ഏജൻസികൾക്ക് കൈമാറുന്നു. ആ ഏജൻസികൾ വഴി ഇവർ ജോബ് വിസ തരപ്പെടുത്തുന്നു. ആ ജോബ് വിസയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി ആര്യ പരാതിയുമായി വന്നിട്ടുള്ളത്. ആര്യയുടെ ഓക്കെ, ഏജന്റ് ആണ്. എനിക്കിത് വന്നപ്പോഴേ വിഷയം വന്ന ടൈമിൽ എനിക്ക് തോന്നിയിരുന്നു ഇതുപോലെ സ്റ്റഡി അബ്രോഡ് എന്ന് ഇതൊക്കെ കണ്ടപ്പോഴേ തോന്നിയിരുന്നു എന്തെങ്കിലും ഏജന്റ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഇവരുടെ വീഡിയോയിലൂടെ ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എൻക്വയറീസ് വരുമല്ലോ, ആ ലീഡ്സ് വെച്ചിട്ട് ബാക്കിയുള്ള ഇവർ ആർക്കാണോ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഇവർക്ക് ഒരു കമ്മീഷൻ കിട്ടും. ഓക്കെ, അതാണ് സ്കീം കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇതിനകത്ത് ഇവർ മെയിൻ ആയിട്ട് സ്റ്റഡി അബ്രോഡിന്റെ കാര്യം മാത്രം ചെയ്യുന്ന, ഈ പറയുന്ന വർക്ക് വിസയുടെ കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതിലേക്ക് സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും ഈ സ്റ്റഡി അബ്രോഡിന്റെ സാധനം ചെയ്തേക്കുന്നതിന്റെ ഒരു വീഡിയോ, ഒരു സാഹിബിനെ വെച്ച് ചെയ്തേക്കുന്ന ഒരു വീഡിയോ, ഇത് വെക്കാൻ കാര്യം എന്താണെന്ന് ഞാൻ ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ പറയാം. Hi, my name's Charlie Vine. I'm here in Calicut, promoting our new university partner, Health Science University in London, UK. I'll hand over now to my colleague from Sterling to talk more about the information at this fantastic university. ആരാന്ന് മനസ്സിലായോ? UK ഡയറക്റ്റ് കൊണ്ടുവന്നെയാണ് കേട്ടോ, ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി. നമ്മുടെ നാട്ടിൽ കുറെ പിള്ളേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചെടുക്കുക, അതായത് ബികോം പഠിച്ചവരും BA പഠിച്ചവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് പോകണമെന്നൊരു ആഗ്രഹം. കാരണം UK സംബന്ധിച്ച് അവിടുത്തെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് വരുന്ന കോഴ്സാണ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്തവർക്ക് മാത്രമേ പറ്റൂ, അല്ലാത്തവർക്ക് പറ്റുമോ? നമുക്ക് ഡിഗ്രി ഏത് സ്ട്രീമിൽ എടുത്താലും ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി നമുക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കും. ഈ വീഡിയോ വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരിപ്പം ഈ ഒരു മറ്റൊരു യൂണിവേഴ്സിറ്റി സംഭവം പ്രൊമോട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടി, ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ വീഡിയോ ഇപ്പൊ ഇവരുടെ അക്കൗണ്ടിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരുപക്ഷെ ഇവർ ഡിലീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ആർക്കൈവ് ചെയ്തതായിരിക്കാം. ഓക്കെ, ഇവർ തന്നെ പറയുന്നുണ്ട് ഇവര് തെറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർക്കൊരു ഓവർ കോൺഫിഡൻസ് പറ്റിയാണെന്നുള്ളതിലേക്ക് ഇവർ പറയുന്നുണ്ട്. ഇവർ ഇട്ടേക്കുന്ന ഒരു പിന്നെ ഈ ഒരു വാർത്ത നമ്മിട്ടേക്കുന്ന ആ വീഡിയോ ഫുള്ള് കാണുമ്പോൾ 2-2.5 മിനിറ്റുള്ള വീഡിയോ ആണ്. ഞാൻ വെച്ച് ലെങ്ത് കൂട്ടാൻ വയ്യാത്തതുകൊണ്ടാണ്. അതിനകത്ത് പറയുന്ന കാര്യത്തിലാണ് ഈ പുള്ളിക്കാർ ഇങ്ങനത്തെ തെറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ഒരു നോർമൽ പ്രൊമോഷന്റെ സംഭവം എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ വർക്ക് വിസയുടെ കാര്യം ചെയ്യുന്നില്ല, സ്റ്റഡി അബ്രോഡിന്റെ സംഭവം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി നിങ്ങൾ മീഡിയസിന് മുന്നിൽ സംസാരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് കേൾക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിലും അതുപോലെ തന്നെ സ്റ്റഡി അബ്രോഡ് രംഗത്ത് വന്ന ശേഷം ഞാൻ ഒത്തിരി പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ വളരെ കെയർഫുൾ ആയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം എരഞ്ഞിപ്പാലത്തുള്ള 11 ഇമിഗ്രേഷൻ എന്നൊരു സ്ഥാപനത്തിന് വേണ്ടി, അത് നമ്മുടെ കുടുംബ സുഹൃത്തായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അപ്പോൾ ആളും വൈഫും ചേർന്ന് എരഞ്ഞിപ്പാലത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവരെ അപ്രോച്ച് ചെയ്ത് വീഡിയോ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ 4 വീഡിയോ ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അവർ ഇത് വെച്ചിട്ട് വർക്ക് വിജയം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർ ഫുൾ എന്നെ മുഖം മുൻനിർത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അന്നപ്പോൾ അതിന് ഇത്രയും ഒരു ഇതുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇവർ കുറേ ആളുകളോട് പൈസ എന്നെ മുൻനിർത്തി വാങ്ങിയ ശേഷം എന്ത് ചെയ്തു, ഓഫീസ് പൂട്ടിപ്പോയി രണ്ടാളും. ഈ ഓഫീസ് ഓക്കെ, അവർ ഓഫീസ് പൂട്ടിപ്പോയി. ഇവരുടെ ഫാമിലി അകന്നൊരു ഫാമിലി ഫ്രണ്ട് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്. കാര്യം അത്രത്തോളം അകന്നൊരു ഫാമിലി ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇവർ തന്നെ പറയുന്നുണ്ട്, ഇപ്പം മുമ്പിട്ടേക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് ഇവർ പിൻ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ, അതിനകത്ത് പറയുന്നുണ്ട് ഇത്രയും ഒരു എന്താ പറയുക ആളുകളെ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് അവരെ കൊണ്ട് പൈസ തട്ടിക്കുന്ന ഒരു പരിപാടി എന്നുള്ള സ്കീം കാര്യങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത് കാര്യം ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ ഇത് കണ്ടൊരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കീമിനെ പറ്റിയിട്ട് ഇവർക്കത് അന്നേ അറിയായിരുന്നു. ഓക്കെ, ഒക്ടോബറിലെ സംതിങ് എന്തോ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത്രയും നാളുകൾക്ക് ശേഷം അവർ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എല്ലാ ആളുകളും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ച് പിന്നെ ഇവർക്ക് വേണ്ടി ഈ പറയുന്ന പൈസ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്തെങ്കിലും പൈസ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോന്റെ പരമായിട്ട് കുറച്ച് പേരെ കോൺടാക്ട് ചെയ്തു. അവർ ഞാൻ വയനാടാണ് ഈ ബിബിൻ ജോർജിന്റെ സ്വദേശം, കോഴിക്കോടാണ് അവരുടെ സ്ഥാപനങ്ങൾ, വയനാട് സ്വദേശികളാണ്. അപ്പോൾ ഞാൻ ചെയ്തു അവരെയും കൂട്ടി എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. എന്നിട്ട് ബിബിൻ ജോർജിന്റെ വീട്ടിൽ പോയി. അതുപോലെ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോയി. ആരുടെ അക്കൗണ്ടുകളിലാണ് പൈസ ഇട്ട്. അതുപോലെ തന്നെ ഈ ആര്യ എമൗണ്ട് ഇട്ട അലക്സ് വർഗീസ് എന്ന് പറയുന്നത് ബിബിൻ ജോർജിന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് അന്ന് ആർക്ക് വരാൻ പറ്റില്ല, കുട്ടിക്ക് വയ്യ, സുഖമല്ല, തിരുവനന്തപുരത്ത് നിന്ന് വരേണ്ടെന്ന് ആരും വന്നില്ല. പക്ഷേ ബാക്കിയുള്ള കുറച്ച് ഫാമിലി വന്നു, അവരെയും കൂട്ടി പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഭയങ്കര സീനായിരുന്നു. ഈ എമൗണ്ട് എല്ലാം ബിബിൻ ജോർജിന്റെ അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ഓക്കെ, അപ്പൊ പുള്ളിക്കാരി 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന സകലമാന ഉടായ്പും കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ പുള്ളിക്കാരിയുടെ ഉത്തരവാദിത്തം ഒന്നും ഒഴിഞ്ഞു മാറുന്നില്ല. ഇത്രയും ആൾക്കാരെയൊക്കെ ഇതുപോലെ പൈസ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട്ടിലുള്ള തിരിച്ചു വരുത്തി അവിടെ സ്റ്റേ ചെയ്യുന്നു, പിന്നീട് ഇയാളെ കാണാൻ പോകുന്നു, എന്നിട്ട് പിന്നെ അവിടെ പോയി വഴക്ക് ബഹള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ.
പക്ഷേ നിങ്ങൾ ഇത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ അടുത്ത് മാത്രം ചെയ്താൽ, അല്ലെങ്കിൽ ഇത് ഒരു കാര്യത്തിൽ ഇറങ്ങി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് നിങ്ങൾ ഇത് ചെയ്തേ മതിയാകുള്ളൂ. കാര്യം നിങ്ങൾക്കാണ് അത് എല്ലാ വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇരിക്കുക. കാര്യം നിങ്ങളാണ് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, വേറൊരാൾ ഇപ്പോൾ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആ ഒരാൾ നിങ്ങളെ പറ്റിച്ചു. ഓക്കെ, അവരെ അന്ധമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ഓക്കെ നിങ്ങൾക്ക് കമ്മീഷന്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകാം. അതിന്റെ ഇടയ്ക്ക് നിങ്ങളെ നമ്പിയിട്ട് വന്നേക്കുന്ന വേറെ കുറച്ച് ടീംസ് ഓക്കെ, അവർ ഇതിനെക്കാട്ടി നിങ്ങളെക്കാട്ടി വലിയ മണ്ടന്മാര്. ഓക്കെ, ഇത്രയും അത് ഒരു രേഖ പോലും ഇല്ലാതെ പൈസ കൊണ്ട് ഇടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പിന്നെ വരുന്ന മുറയ്ക്ക് ആളുകൾക്ക് എഗ്രിമെന്റും ചെക്കും കൊടുത്ത് പൈസ കുറേശ്ശെയായിട്ട് ബിബിൻ ജോർജ് കൊടുത്തോണ്ടിരുന്നതാണ്. പക്ഷേ ബിബിൻ ജോർജിന്റെ ബാധ്യതയിൽ ഒരു 3.25 കോടി ഉണ്ട്. അപ്പോൾ ബിബിൻ ജോർജിന്റെ പിന്നീടുള്ള ആവശ്യം എന്തായി? ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ചേച്ചിയും കൂടെ, അതായത് എന്റെ ഇമേജ് മോശം, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളതാണല്ലോ, പിന്നെ അവന്റെ കുറെ കാര്യങ്ങൾക്ക് പിന്നെയും കുറച്ച് ക്ലയന്റിനെ എടുത്ത് നമുക്ക് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കമ്മീഷൻ കിട്ടിയിരുന്നു നിങ്ങൾക്ക്? ഒരിക്കലും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾ പോയി ഇതൊരു കമ്മീഷൻ അങ്ങനത്തെ ഇതിൽ ചെയ്തു കൊടുത്തതല്ല സത്യത്തിൽ. ഓക്കെ, കമ്മീഷന്റെ പേരിൽ കൊടുത്തില്ല. ഒരു അകന്നൊരു ഫാമിലി ഫ്രണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തോ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത്. അറിയാൻ മേലതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ എന്തിനാണ് ഈ കടന്ന് ഉരുണ്ട് കളിക്കുന്നത്? കമ്മീഷൻ കിട്ടിയിട്ടില്ല, അപ്പൊ കമ്മീഷന് വേണ്ടിയിട്ടല്ല. നിങ്ങൾ ശരി, നിങ്ങൾക്ക് ഒരു പൈസ നിങ്ങളെ മൂഞ്ചിച്ച് ഓക്കെ, അപ്പം നിങ്ങൾ നേരെ പറഞ്ഞില്ല കമ്മീഷന് വേണ്ടി ചെയ്തല്ലേ, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി അത് ഇത് മാങ്ങാത്തേങ്ങ, നിങ്ങൾ എന്തോ നീ പറയുന്നത്? ഓക്കെ, ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കിന് പിന്നെ നമുക്ക് ഇതുപോലെ വീഡിയോസ് ഇട്ടാണെങ്കിൽ ക്ലയന്റിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് ലീഡ്സ് പിടിക്കുക, എന്നിട്ട് അതിനകത്തുനിന്ന് കമ്മീഷന് പിടിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ അപ്പോഴും നിങ്ങൾ ഈ സാധനത്തിലൊന്നും എവിടെ എതിർക്കുന്നില്ല. അന്നൊരു വീഡിയോ ഇൻഡയറക്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു പൈസ വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് ആളുകളെ പറ്റിക്കാം എന്ന് പറഞ്ഞ ഒരു സാധനം ഇൻഡയറക്റ്റ് കിട്ടുക. അപ്പോൾ അന്നേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയും, എന്നിട്ട് നിങ്ങൾ ഇതുവരെ വന്ന് സംസാരിച്ചിട്ടില്ല. ഇന്ന് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴാണ് ഞാൻ അവിടെ പിൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു സാധനം ഇടുന്നത്. അറ്റ്ലീസ്റ്റ് സ്റ്റോറി പോലും ഇവരിട്ടിട്ടില്ല. എന്നിട്ട് ഇപ്പം നോക്കുമ്പോൾ ആ ഒരു പിൻ ചെയ്തേക്കുന്ന വീഡിയോ അവിടെ കാണാനില്ല, അൺപിൻ ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് അവർ കളിച്ചോണ്ടിരിക്കും. ഇതാ പറയുന്ന ഭൂലോകം ഉട്ടായിപ്പാണ്. ബാക്കിയും കൂടെ കേൾക്കാം. നല്ല വാങ്ങാം, നമുക്ക് യൂണിവേഴ്സിറ്റിയാണ് കമ്മീഷൻ തരിക. പക്ഷേ വർക്ക് വിസ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഏജന്റ് ആണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഏജന്റ്, പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കാരണം വർക്ക് വിസയിൽ അത്ര വലിയൊരു ഇതില്ല. എനിക്ക് അറിയാൻ മേലാത്ത പണി പിന്നെ എന്തിനാണ് ചെയ്യാൻ പോകുന്നത്? 1-2 രൂപയുടെ കാര്യമല്ല ചെയ്യുന്നത്. ഇത്ര ആൾക്കാരുടെ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ. വർക്ക് വിസയാണ് പുള്ളിക്കാരി, ഈ സ്റ്റഡി വിസയാണ് കാര്യങ്ങൾ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് വിസയെ പറ്റിയിട്ട് ഒരു മാങ്ങ ഒരു ചുക്കും അറിയത്തില്ല. എന്നിട്ട് ഇവര് ബാക്കി ഏജന്റ് ആണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടനിലക്കാരിയായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഒരു കാര്യം അറിയത്തില്ല. ഇത്ര ആൾക്കാരുടെ പൈസ പോയിട്ടും പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോട് നിന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നത്? ഡോക്യുമെന്റ് ഫേക്ക് ആയത് കാരണം ഇവർക്ക് UK ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇവരുടെ വിസ ബാൻ 10 വർഷത്തേക്ക് ബാൻ ചെയ്തു. അപ്പോൾ എന്റെ ഹസ്ബൻഡിന്റെ ഇതിലുള്ള റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് UK പോകണമെങ്കിൽ IHS അടക്കണം, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അടക്കണം. അപ്പോൾ അന്ന് അവരുടെ കാർഡിൽ പോകുമായിരുന്നില്ല. അപ്പോൾ എന്റെ മനസ്സിൽ എന്റെ വീഡിയോ കണ്ടിട്ട് ഓൾറെഡി പൈസ പോയിരിക്കുകയാണല്ലോ 9 ലക്ഷം. ആ ഒരു ഇതിൽ എന്താണ് നമ്മൾ തമ്മിലൊരു എല്ലാവരും ഫാമിലിനെ മാതിരിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബിബിനെതിരെ ഈ ഫണ്ട് വാങ്ങിയെടുക്കുന്നതിൽ സഹകരിച്ചിരുന്നത്. അപ്പം ആര് പറഞ്ഞതാണ് എനിക്ക് ഇനി ഫണ്ട് മുടക്കുന്നതിന് കുഴപ്പമില്ല, എങ്ങനെങ്കിലും പോകണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കൊല്ലം സ്വദേശിനെ ആയിട്ട് ചെയ്യുന്നത്. അയാൾ കൊടുത്ത COS ജെന്യൂൻ ആണ്, പക്ഷേ ഇവരുടെ ഡോക്യുമെന്റ് ഫേക്ക് ആയതാണ് പോയത്. അതിൽ എന്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓൾറെഡി എന്നെ പോകുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഹസ്ബൻഡിനെ എപ്പോഴെങ്കിലും നിർബന്ധിക്കും, ഹസ്ബൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, പുള്ളിക്ക് താല്പര്യമില്ലെങ്കിലും. ഇതും അതുപോലെ IHS അടയ്ക്കാൻ വേണ്ടി ചെയ്ത് കൊടുത്തതാണ്. റിട്ടേൺ വന്ന സമയത്ത് വേറൊരാളുമായിട്ട് എന്താണ് ഓസ്ട്രേലിയൻ വിസേന്റെ പ്രോസസ് ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കമ്പനി ചെയ്തുകൊണ്ടിരുന്നു വേഗം പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് നമ്പർ പുള്ളിക്കാരിയാണ് നമുക്ക് അയച്ചു തന്നത്. അപ്പം ഈ ഒരു എമൗണ്ട് ആ റീഫണ്ട് വന്ന അന്ന് തന്നെ ബെനിഫിഷ്യറി ആഡ് ചെയ്തൊക്കെ ചെയ്യേണ്ട താമസമുള്ളതാണ്. അക്കൗണ്ടിലേക്ക് നമ്മൾ റീഫണ്ട് കൊടുത്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു കൊടുത്തതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് പൈസ ഇട്ട് കൊടുക്കുന്നവർക്കും ഈ രേഖകൾ വാങ്ങണോ അതിനൊരു തെളിവ് വേണമെന്ന് അവർക്ക് താല്പര്യമില്ല. ഇത് വാങ്ങുന്ന അല്ലെങ്കിൽ ഇവർ ഈ വാങ്ങുന്ന ഇവർക്ക് വേണമെങ്കിൽ അവർ ഇങ്ങനെ വാങ്ങുന്ന ഈ പറയുന്ന കാരണം പ്രകാരമാണെങ്കിൽ കൂടി അങ്ങനെ ഒരു രേഖകൾ വാങ്ങിച്ചു വെക്കുന്ന അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും ഇവരും ചെയ്യുന്നില്ല. ഓക്കെ, രണ്ട് കൂട്ടർ അങ്ങോട്ട് ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ട് ഉടായിപ്പാണ്. എങ്ങനെയല്ല അപ്പുറം ഇപ്പോൾ ജീവിതത്തിലെ സാഹചര്യം കൊണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കൊണ്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കണം, ഒന്ന് ആലോചിക്കേണ്ടേ. ഇപ്പം എന്തായാലും ഭർത്താവ് മൂഞ്ചി, ഓക്കെ, ഭർത്താവിനെ തള്ളി ഉള്ളേ തള്ളി. ഇപ്പം ഭാര്യയാണെങ്കിൽ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ ഒതുങ്ങി നടക്കുന്നു. ഞാൻ UK തന്നെയുള്ള ഒത്തിരി ഇൻഫ്ലുവൻസസിനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെങ്കിലും ഈ ഏജന്റുമാരുടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്ങനെങ്കിലും ആർക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ ഇനിഷ്യേറ്റ് എടുത്താണ്. അവസാന ഘട്ടം വന്നപ്പോൾ ആര് ഇതിന്റെ ദിശ മാറ്റി പിടിച്ചു. അതായത് കൊല്ലം സ്വദേശി അവളെ ലൈംഗികമായിട്ട് ഇതാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ പുള്ളിക്കെതിരെയും ഇവള് ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് ഇതാക്കിയപ്പോഴാണ് ആ പുള്ളി പറഞ്ഞത് എന്നൊരു പൈസ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഇനി ജോയിൻ ചെയ്യും, ആളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ്. എന്തായാലും കേസിൽ അവർ പ്രതി ചേർക്കുമല്ലോ. അപ്പോൾ ആളുടെ സത്യാവസ്ഥ ആൾ തന്നെ പറയും. ഓക്കെ, ആളുടെ സത്യാവസ്ഥ ആളെന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം പുള്ളിക്കാരി ഇപ്പം ഞാൻ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എനിക്ക് ഡൗട്ട് തോന്നുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവരൊരു സാധനം പിൻ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാൻ പറഞ്ഞു, ആ സാധനം മാറ്റുന്നു. ഓക്കെ, ഈ ഒരു വാർത്ത വന്ന ടൈമിലൊന്നും വലിയ പ്രശ്നമില്ലാതിരുന്ന ഒരു സാധനം മറ്റേ സായിപ്പോയിട്ട് ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ട് മീഡിയാസിന് മുന്നിൽ സംസാരിക്കാൻ വരുന്ന ഈ ഒരു ടൈമിൽ പിന്നീട് ആ ഒരു നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു വർക്ക് ഇവന്റെ സ്റ്റുഡന്റിന്റെ ആ ഒരു സംഭവത്തിന്റെ പരിപാടി ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രൊമോട്ട് ചെയ്തേക്കുന്ന സംഭവത്തിന് കാണാനില്ല. എന്തിത് ഫുള്ള് തരികിടയാണ്, ഫുള്ള് ഉഡായിപ്പാണ്. ഈ തെറ്റ് ചെയ്യുക, നിങ്ങൾ പറയുന്ന പ്രകാരം നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ഡിലീറ്റ് ആക്കണ്ടയോ റിമൂവ് ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക്. ഞാനാണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കാൻ കാരണം ഈ 41 അല്ലെങ്കിൽ 44 ലക്ഷത്തിന്റെ ഒരു കണക്ക് എന്റെ പേരിൽ ഉണ്ട് എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരമാണ് ഞാൻ ചെയ്തത്. കാരണം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, അപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ തലയ്ക്ക് മീതെ നിങ്ങളുടെ കളിക്കുന്നുണ്ടെന്ന്. അന്ന് ഈ പറയുന്ന ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആളുടെ കയ്യിലോട്ട് ഇത്രയും ആൾക്കാരെ നിങ്ങൾ കാരണം അത്രയും എമൗണ്ട് പോകുമ്പോഴും അത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവ്യ വിളിച്ച് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി, പാസ് ചെയ്ത് കിട്ടി, ഇത്ര ലക്ഷം എന്റെ തലയ്ക്ക് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി മുൻകൂർ ജാമ്യം എടുത്തതാണെന്ന്.
എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഈ തന്റെ സ്വന്തം ഭർത്താവാണെങ്കിൽ ബാക്കിയുള്ള പിള്ളേർക്ക് എന്തോ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തോ പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഭർത്താവിന്റെ കാര്യം ആലോചിച്ചില്ല, ഭർത്താവിന്റെ കാര്യം നിങ്ങൾ മറന്നുപോയാ? നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തു. ഇതെനിക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കിട്ടിയ, അല്ല നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഉള്ള കുഞ്ഞാണ്. UK പോയ ആളുകൾ, ഈ ബിപിൻ ജോർജ് വഴി പോയ ആളുകൾക്ക് ഒന്നും ജോലി ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് കുറെ പേര് എന്നെ കണക്ട് ചെയ്തു. അവർക്കെല്ലാം തന്നെ ഞാൻ എന്നെ കൊണ്ട് ആദ്യം സപ്പോർട്ട് ചെയ്തു കൊടുത്തതാണ് ഞാൻ. അല്ല, ഈ സപ്പോർട്ട് കൊടുക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ വേണം സപ്പോർട്ട് കൊടുക്കാനെ കൊണ്ട്. ഞാൻ ഇങ്ങോട്ടൊരു ബൈറ്റ് വെക്കാം, അതായത് ഒരു പെൺകുട്ടിയുടെ ബൈറ്റാണ്, UK-യിലുള്ളതാണ്. നമ്മുടെ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇവരുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുന്ന ഒരു ലേഡിയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇവർ കാരണം UK പോയി പെട്ട് കിടക്കുന്ന, ഇവർ ഉടായ്പി പെട്ട് പോയേക്കുന്ന ഒരാളുടെ വീഡിയോ ആണ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അന്ന ജോൺസന്റെ കെയർ ഓഫിലാണ് ഞാൻ UK വരുന്നത്. എൻ്റെ ഒരു 1.5 ലക്ഷം രൂപയോളം അവരെന്നെ പറ്റിച്ചു. അവരൊന്ന് കോൾ എടുക്കുകയോ എൻ്റെ മെസ്സേജസിന് എന്തെങ്കിലും റിപ്ലൈ ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു അഹ്ലാം ജോബ്സ് എന്ന് പറയുന്ന ട്രാവൽസ് വഴിയാണ് ഇവരെന്നെ കണക്ട് ചെയ്ത് UK വിട്ടത്. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളൊരു നോർമൽ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ വരുമാന മാർഗ്ഗം നിങ്ങൾ ചെയ്തൊന്നും പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിന്റെ അവസാനമായിട്ട് നിങ്ങൾ ഈ പറയുന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടാകാം, അത് ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതൊന്നും അല്ലല്ലോ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ഇത് ഒരു പ്രൊമോഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇതിനെ ഏജന്റ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കൂട്ടരെയും കണക്ട് ചെയ്ത് ഇവിടുന്ന് കിട്ടുന്ന ഈ പറയുന്ന പോലെ എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ് നിങ്ങൾ കിട്ടുന്നത്. കാര്യം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടണമെങ്കിൽ ഇവരുടെ തമ്മിൽ കണക്ട് ചെയ്ത് ഇവരെ അഡ്മിഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പൈസ ഇടിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ട് ആദ്യം ആ ബിപിൻ ജോർജിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം പബ്ലിക്കിൽ ഒന്ന് അഡ്രസ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നിങ്ങൾ അത് ചെയ്തില്ല. ഇന്ന് ഇങ്ങനെ ഒരു വിഷയം പൊങ്ങി വന്നപ്പോൾ ഞാൻ അന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തേ എന്ന് അത് പിൻ ചെയ്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഇപ്പോൾ അടിക്കുന്നത്. എന്നിട്ട് ഇപ്പം നോക്കുമ്പോഴത്തേക്കും അത് അൺപിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സ്റ്റഡി അബ്രോഡിന്റെ ആണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ഒരു പ്രൊമോഷൻ ഒരു സായിപ്പിന്റെ കൂടെ ചെയ്തിരിക്കുന്നത്, അതും താണ്ടി ഇപ്പോൾ ഡിലീറ്റ് ആർക്കൈവ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. നിങ്ങൾ ഫുള്ള് തരികട ഫുള്ള് ഉടായ്പാണ് നിങ്ങൾ കാണിച്ചത്. ഇനി ഇങ്ങനെയുള്ള ഉടായ്പകളെ കണ്ടിട്ട് അവരുടെ പുറകെ ആണെങ്കിൽ എല്ലാം മറന്ന് പൈസ ഇട്ട് കൊടുക്കാൻ പോകുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു രേഖ പോലും ഇല്ലാതെ പൈസ വാങ്ങുക അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉടായ്പ്ലിക്കേഷനൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങളൊന്ന് സംശയിക്കുക. കാര്യം ഉടായ്പ് നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോഴത്തേക്കിന് ഓക്കെ, അവരായിട്ട് തന്നെ പറയുന്ന കാര്യമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എന്നിരുന്നാലും നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കാൻ നിൽക്കരുത്. എവിടെയെങ്കിലും ഒക്കെ ഒരു ലിമിറ്റേഷൻസ് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ കൊടുക്കുമ്പോൾ ഒരു രേഖാമൂലം എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം. നിങ്ങളിങ്ങനെ അറ്റ്ലീസ്റ്റ് പൈസ കൊടുത്തു എന്ന് ഒരാളുടെ അടുത്ത് കാണിക്കുക, ഒരു പ്രൂഫ് കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇത് നിങ്ങൾ എന്തിന്റെ പ്രൂഫിന്റെ പേരിലാണ്? അവർക്ക് കൈ കൊടുത്തൊരു പൈസയാണ്, ഒരു രേഖയില്ല. അത് ഇത്രയും വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഒരു ലേശം കോമൺ സെൻസ് ഉപയോഗിച്ചോളൂ. ഇനി ഉള്ള ആൾക്കാരുടെ പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജോലിയുടെ പേരിലാണെങ്കിൽ എന്തിന്റെ പേരിലാണെങ്കിൽ പൈസ കൊടുക്കാൻ പോകുമ്പോഴത്തേക്കിന് സ്വന്തമായിട്ടൊരു പ്രൂഫോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.